ഹായ് ഗൈസ്, ഇത്തിരി നാൾ മുമ്പ് ഞാനൊരു ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. അതും ഒരു മണ്ണ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലേ ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണേ. ഇനി അതിനാവശ്യമായിട്ടുള്ള മണ്ണ് നമ്മൾ എടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3/4 ബക്കറ്റോളം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പറമ്പിലെ മണ്ണാണ്. നമുക്ക് ഏത് മണ്ണാണോ ആവശ്യം ആ മണ്ണ് വെച്ചിട്ട് എടുക്കാം. അധികം കല്ലോ കരിയിലോ ഇല്ലാത്ത മണ്ണാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവേ. ആവശ്യത്തിനുള്ള മണ്ണെടുത്തിട്ട് അതിനകത്തോട്ട് അതിൻ്റെ മേളിലെത്താൻ പാകത്തിന് വരെയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 15 ലിറ്റർ അളവിൽ 3 ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി മിക്സായി കഴിയുമ്പോൾ ഇതേപോലെ പതയും കുറച്ച് പിന്നെ കരിയിലയും അതിൻ്റെ തണ്ടൊക്കെ ആയിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ കൈ വെച്ചിട്ടോ നല്ല കട്ടിയുള്ള സ്റ്റിക്ക് വെച്ചിട്ടോ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളുടെ അരിപ്പപാത്രം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വരുന്നതൊക്കെ ഒന്ന് അരിച്ച് എടുത്ത് കളയാട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറേ കിട്ടും. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയുക. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതേപോലെ അരിപ്പയിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാനിവിടെ അരിപ്പയിൽ വെച്ചിട്ട് തന്നെ 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വെള്ളത്തുണി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബക്കറ്റിലോട്ട് വെള്ളത്തുണി വയ്ക്കുക. ഇനി ഒന്നുകൂടെ ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം ആ വെള്ളത്തുണിയിൽ വെച്ചിട്ട് 1-2 തവണ അരിച്ചെടുക്കുക. ഇനിയിപ്പം എൻ്റെ അരിപ്പയുടെ ഹോൾ ഇത്തിരി വലുതായതുകൊണ്ടാണ് ഞാൻ തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത്. എൻ്റെ ഒരു മനസ്സമാധാനത്തിനും കൂടെയാണ് കേട്ടോ. പിന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ആ തരിതരിപ്പൊക്കെ നമുക്ക് ആ തുണിയിൽ തന്നെ മാറ്റി കിട്ടും. ഇനി ഒരു 7 മണിക്കൂർ നമ്മുടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം മേളിലും താഴെ ക്ലേയും ആയിട്ട് വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ച് കളയും. ഞാനിവിടെ തുണിയാണ് യൂസ് ചെയ്യുന്നത്. സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്യാം. ഇനി വെള്ളമൊക്കെ പോയതിന് ശേഷം അടിയിൽ കുറച്ച് ക്ലേ ഉണ്ടാവും, അതെടുക്കുക. ഇനി അതിന് ശേഷം ഒരു ചെറിയ ബക്കറ്റിലോട്ട് നമുക്കൊരു വൈറ്റ് തുണി എടുത്ത് കൊടുക്കാവേ. ഇനി അതിനകത്തോട്ട് നമ്മളുടെ ക്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ ക്ലേ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു കിഴി പോലെ കെട്ടുക. അതിന് പറ്റുന്നിടത്തോളം ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം കളയാട്ടോ. അത് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ആ തുണിയിൽ തന്നെ ഒന്ന് നേരെ വിഴിച്ച് അതൊന്ന് പരത്തി കൊടുക്കുക. പരത്തിയെന്ന് വെച്ചാൽ എല്ലാ സൈഡും ആക്കി എടുത്തിട്ട് അതും ഒരു 2 മണിക്കൂർ വെയിലത്തോ ഇല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. നന്നായിട്ട് പരത്തി വയ്ക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിനുശേഷം 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം അത് എല്ലാം നമ്മുടെ തുണിയിൽ നിന്ന് ഒന്ന് വിടിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നും. ബട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. അത് നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഓൾറെഡി അതിനകത്ത് കുറച്ച് ലിക്വിഡ് ഫോം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ആവുന്നത് എത്ര തവണ കുഴച്ചിട്ടാണ് സോഫ്റ്റ് ആവുന്നത് അതുവരെ നമ്മൾ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ വിട്ടുപോരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് കുഴച്ചെടുക്കുക കേട്ടോ. അതങ്ങനെ നന്നായിട്ട് കുഴച്ച് നമുക്കത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പം. നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കത് കുഴക്കിൽ നിർത്താം. നമുക്കിവിടെ നൂല് വെച്ചിട്ട് കട്ട് ചെയ്യാം, കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം നൂല് വെച്ചിട്ട് കട്ട് ചെയ്യാനായിരിക്കും. നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് ഒരു കണ്ടെയ്നർ വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കേടാ, ബൈ.